വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 8. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒരുമിച്ച് കൂടി. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല. യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല. അവർ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്നാണ് വന്നിട്ടുള്ളത്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജനസ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. യേശു ജനക്കൂട്ടത്തോട് നിലത്തിരിക്കുവാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവരത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. യേശു അവയെയും ആശീർവദിച്ചു വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 കുട്ടനിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരായിരുന്നു. യേശു അവരെ പറഞ്ഞയച്ച ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുകമ്പയുടെ ആത്മീയത ധ്യാനിക്കാം. ഈ പുണ്യഭൂമിയിൽ ക്രിസ്തു ജീവിച്ചിരുന്ന കാലം അത്രയും ശിഷ്യന്മാരും ജനസമൂഹവും ആ ദേശവും യേശു ചെന്നിറങ്ങിയ ഓരോ സ്ഥലവും അനുഭവിച്ച ഏറ്റവും മഹത്തായ നന്മയുടെ പേരാണ് അനുകമ്പ. ആ ജനത്തിൻ്റെ ബലഹീനതയിൽ, ആവശ്യങ്ങളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ സാന്നിധ്യത്തിലൊക്കെ ക്രിസ്തു അവരോട് അനുകമ്പാപൂർവ്വം ഇടപെടുന്നുണ്ട്. ഇതാ 3 ദിവസമായി ദൈവവചനം ശ്രവിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്ന വലിയൊരു ജനാവലിയോട് അവിടത്തേക്ക് അനുകമ്പ തോന്നുന്നു. വിശപ്പോടെ പറഞ്ഞയച്ചാൽ അവർ വഴിയരികിൽ വീണു പോകുമെന്ന് യേശു പറയുന്നുണ്ട്. നോക്കൂ, അവരുടെ സങ്കടങ്ങളെക്കുറിച്ച് ആകുലതയുള്ള ഒരു ദൈവം, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ തിരിച്ചറിയാൻ കഴിയുന്ന ദൈവം. ആ ദേശം വിജനമാണെന്നറിഞ്ഞിട്ടും ആ ദേശത്തു നിന്ന് അവർ കടന്നുപോയാൽ അവർക്ക് പ്രയാസങ്ങളുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തു അവർക്ക് വേണ്ടി അപ്പം നൽകി സംതൃപ്തി നൽകുകയാണ്. ശിഷ്യന്മാർ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇത്രയും പേർക്ക് അപ്പം കൊടുക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യും? യേശു ചോദിക്കുന്നു, നിങ്ങളുടെ കൈവശം എന്തുണ്ട്? അവരുടെ കൈവശമുള്ളത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നൽകിയപ്പോൾ അത് വലിയ അത്ഭുതത്തിന്, അടയാളത്തിന് വഴിമാറി നൽകി. നമ്മുടെ ജീവിതത്തെയാണ് ഇന്ന് ക്രിസ്തു ചോദിക്കുക, മകനെ, മകളെ, നിന്റെ കൈവശം എന്താണുള്ളത്? നമ്മുടെ ബലക്കുറവുകൾ നിറഞ്ഞ ജീവിതത്തെ തമ്പുരാൻ്റെ കൃപയുടെ കരങ്ങളിലേക്ക് വച്ചു കൊടുത്താൽ അവിടുന്ന് അതിനെ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവിടുന്ന് സ്നേഹത്തോടെ നമുക്ക് സ്വർഗീയ ബലങ്ങളും അനുഗ്രഹങ്ങളും നൽകും. ദൈവത്തിൻ്റെ രക്ഷ നാം അനുഭവവേദ്യമാവുകയും ചെയ്യും. ഏറ്റവും ചെറിയവയിൽ നിന്ന് ഏറ്റവും മഹത്തായവ ചെയ്ത് വലിയ ജനാവലിയെ സംതൃപ്തിപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞു ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളോടും കൂടി തന്നെ നമുക്കും നാഥന് പൂർണ്ണമായി സമർപ്പിക്കാം. അവിടത്തേക്ക് നാം വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മെ അനുഗ്രഹത്തിൻ്റെ കൃപയാൽ നിറയ്ക്കുകയും ചെയ്യും. 7 അപ്പവും കുറച്ച് കുഞ്ഞു മത്സ്യങ്ങളും മാത്രമുണ്ടായിരുന്ന ആ ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അനുകമ്പയും പ്രാർത്ഥനയും കൃതജ്ഞതാസ്തോത്രവും ഒരുമിച്ച് വന്നപ്പോൾ 4000 പേർ ഭക്ഷിച്ച് തൃപ്തരായി. അതെ, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ക്രിസ്തു ആശീർവദിച്ച് അനുഗ്രഹിച്ചാൽ ജീവിതം അനേകർക്ക് ആശ്വാസത്തിൻ്റെ തണലായി, സാന്ത്വനമായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ അലിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അവിടുന്ന് നമ്മുടെ ബലഹീനതയിൽ സഹതപിക്കുന്ന ഒരു ദൈവമാണ്. നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവമാണ്. നമ്മുടെ വിശപ്പും ദാഹവും വേദനയും നൊമ്പരവും അവന് നന്നായി അറിയാം. കാരണമുണ്ട്, 30 വർഷക്കാലം നസ്രത്തിലെ കുഞ്ഞു ഭവനത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും പ്രയാസവും അനുഭവിച്ച് ഈ ലോകത്തിൻ്റെ ചെറിയ സാഹചര്യങ്ങളിൽ ജീവിച്ച ക്രിസ്തുവിന് അവരൻ്റെ നൊമ്പരങ്ങൾ തിരിച്ചറിയാൻ വേഗം സാധ്യമാകും. കർത്താവ് നിങ്ങളോട് കൂടെ.
സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.